എജുപോർട്ട് സവന്യ മിസ് ഹിയർ. ആദ്യം തന്നെ മിസ് നിങ്ങൾക്ക് ഒരു ഹാപ്പി വിഷു പറയാണ്. നല്ലൊരു വിഷു ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ വിഷു വന്നത്. വിഷു നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ആഘോഷിക്കുക. വിഷു കണികളൊക്കെ ഒരുക്കുക, വിഷു കോടിയൊക്കെ വാങ്ങുക, പടക്കം പൊട്ടിക്കാതിരിക്കുക. അപ്പൊ നന്നായിട്ട് തന്നെ എന്ത് ചെയ്തോളൂ, നിങ്ങൾ വിഷു ഒക്കെ ആഘോഷിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മളെ എജുപോർട്ടിന്റെ വക നിങ്ങൾക്കൊരു വിഷു കൈനീട്ടം തരികയാണ്. യെസ്, അതായത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഏറെ കുറെ മക്കൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് മാത്സ് ആണ്. ഇതിനുള്ള കാരണം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബേസിക്സ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം 7ാം ക്ലാസ്സിലേക്ക് പോകുന്ന മക്കളാണല്ലേ. ഈ ഒരു 7 വർഷം നിങ്ങൾക്കറിയാം നിങ്ങളെ ബുദ്ധിമുട്ട് എന്താണെന്നല്ലേ. അപ്പൊ നിങ്ങളെ കൊണ്ട് ഈ ഒരു മാത്സിന്റെ ബേസിക്സ് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു 7 വർഷം നോക്കിയിട്ടും നിങ്ങളെ കൊണ്ട് മാത്സിന്റെ ബേസിക്സ് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ആ പഠിച്ചെടുക്കാൻ പറ്റാത്ത കാര്യം ഞങ്ങൾ എജുപോർട്ട് വെറും 2 മാസം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ്, അതും ഫ്രീ ആയിട്ട്. അതെ, മിസ് പറയുന്നത് നമ്മളെ മാത്സിന്റെ ഫൗണ്ടേഷൻ ഫ്രീ ബാച്ചിനെ പറ്റിയാണ്. ഇത്ര കാലം നമ്മളെ മാത്സിന്റെ ഫൗണ്ടേഷൻ ബാച്ച് ഇതാ ഈ ഒരു 999 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം ഈ ഒരു ബാച്ചാണ് നമ്മൾ എജുപോർട്ട് നമ്മളെ വിഷു കൈനീട്ടമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അതായത് എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിലുള്ള മക്കൾക്ക് മുഴുവനും ഈ ഒരു ബാച്ച് ഫ്രീ ആണ്. നമ്മൾ ഇതാ ഈ ഒരു പ്രൈസ് കേട്ടോ 2599 രൂപക്കാണ് നമ്മൾ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് ഉള്ളത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഫൗണ്ടേഷൻ ബാച്ച് മുഴുവനും ഫ്രീ ആണ്. നമ്മളെ മാത്സ് ഫൗണ്ടേഷൻ ബാച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ നോക്കിക്കോ, 22 അല്ലെ, 22 വരെ മാത്രമാണ്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന സൂപ്പർ ബാച്ചിന്റെ ലിങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോം ഒന്ന് എന്ത് ചെയ്താൽ മതി, ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നിങ്ങളിൽ പല ആൾക്കാരും പറയുന്നതായിരിക്കും മിസ്സേ ഇപ്പൊ പൈസ ഇല്ല എന്നുള്ള കാര്യം. ഡോൺ വറി, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ എജുപോർട്ട് എന്തൊരു തീരുമാനം എടുക്കുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇപ്പോഴും പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. പിന്നീട് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. ആ ഫോം ഫില്ല് ചെയ്യണം. ഈ ഫോം ഫില്ല് ചെയ്താൽ ഈ ഒരു പൈസക്കായിരിക്കും എപ്പോഴും ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് നമ്മളെ ബാച്ച് കിട്ടുക. എല്ലാന്നുണ്ടെങ്കിൽ മിസ് ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. ഇവിടെ 2 ഉള്ളിടത്ത് നിങ്ങൾ എന്താകും, കുറേ കൂടെ കഴിയുമ്പോൾ എന്താകും, 3 ആകും, പിന്നെ ഇത് 4 ആയി മാറും. നമ്മളെ പ്രൈസ് കൂടി വരും. അപ്പൊ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്തോ, പിന്നീട് ജോയിൻ ചെയ്താലും മതി. ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് വെക്കുക. ഇനി എന്തിനാണ് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്, ഈ ഒരു ഫൗണ്ടേഷന്റെ മാത്സ് പുറമെ എന്തൊക്കെയാണ് നമ്മൾ സൂപ്പർ ബാച്ചിൽ കിട്ടുക എന്നുള്ള കാര്യം, നിങ്ങൾ എന്തിനു വേണ്ടി ജോയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മിസ് പറഞ്ഞുതരാം. നിങ്ങളെ ചാപ്റ്റേഴ്സ് കുഞ്ഞു വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ ഉണ്ടാകും. ഇത് നിങ്ങൾ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ഇന്ന് ഈ ഒരു വീഡിയോ കാണൂ, ഇന്ന് ഈ ഒരു 2 വീഡിയോ കാണൂ എന്ന് പറഞ്ഞിട്ട് ടൈം ടേബിൾ തരും. ഓരോ വീഡിയോന്റെ താഴെയും എന്തുണ്ടാകും, ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അങ്ങനെ ആ ഒരു ടൈം ടേബിൾ വൈസ് പോയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സും നിങ്ങളുമായിട്ടൊരു സൂം ലൈവ് ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും എന്ത് ചെയ്യാം അവിടെ നമുക്ക് ക്ലിയർ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, ഓരോ ചാപ്റ്ററിൻ്റെയും 2 ടൈപ്പ് എക്സാം. ഒന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവ്, രണ്ടാമത്തെ നമ്മളെ എന്താണ് MCQ ടൈപ്പ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് എഴുതേണ്ട എക്സാം ആണ്. MCQ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും ഉള്ള എക്സാം ആണ് വരിക. ഓക്കെ, അപ്പം ഇത്രയും എക്സാം കഴിഞ്ഞു. ഇതിന് പുറമെ നിങ്ങൾ അമ്മയെ പോലെ, നിങ്ങളെ ഉപ്പയെ പോലെ, നിങ്ങളെ ഉമ്മയെ പോലെ, നിങ്ങളെ ചേച്ചിനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ നമുക്ക് എന്തുണ്ട്, മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഓരോരുത്തർക്കും ഓരോ മെന്ററാണ്. അപ്പം എന്താണ്, അവർ നിങ്ങളെ മാത്രമേ ശ്രദ്ധിക്കൂ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ഇന്ന് ഏത് ലൈവാണ്, ഇന്ന് ഏതൊക്കെ ക്ലാസ് കണ്ടു, ഇന്ന് അവനെ മിസ് ലൈവ് എന്തൊക്കെയാണ് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തോ, ലെറ്റർ സെസസ് ഒക്കെ കംപ്ലീറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാകും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഓണം എക്സാം സ്കൂളിൽ നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു മോഡൽ ഓണം എക്സാം എജുപോർട്ട് നടത്തും. ക്രിസ്മസ് എക്സാം നടത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു മോഡൽ ക്രിസ്മസ് എക്സാം നടത്തും. ആനുവൽ എക്സാം നടത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ആനുവൽ എക്സാം മോഡൽ നടത്തും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഒരു എക്സാമിലേക്ക് പോകുന്നത്. അപ്പോൾ
അപ്പോഴും നിങ്ങൾക്ക് ഇനി ബി ഗ്രേഡോ സി ഗ്രേഡോ ഡി ഗ്രേഡോ കിട്ടുമോ? ഇല്ല. ഇത്രയും സ്റ്റെപ്സ് കടന്നിട്ടാണ് നിങ്ങളൊരു എക്സാം ഹാളിലേക്ക് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ബിയിലേക്കോ സിയിലേക്കോ ഡിയിലേക്കോ നിങ്ങൾ എത്തില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ് എ മാത്രമായിരിക്കും. മിസ്സിനെ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് മിസ്സിനോടുള്ള ട്രസ്റ്റ് കൊണ്ട് മിസ് പറയാണ്, ഇത്രയും സ്റ്റെപ്സിലൂടെ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ് എ ഗ്രേഡ് മാത്രമാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്കറിയാം 7th നമ്മൾ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെങ്കിൽ USS എക്സാമിനേഷൻ ഉണ്ട്. മിസ് ഇവിടെ പറയാൻ കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഓണം എക്സാമിലും ക്രിസ്മസ് എക്സാമിലും എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ ഗ്രേഡ് നേടണം എന്ന കുട്ടികൾക്ക് മാത്രമേ എന്തുള്ളൂ നമ്മളെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അഥവാ USS എക്സാമിന് ചാൻസ് പോലും കിട്ടുള്ളൂ. ഇപ്പോഴേ നോക്കണം. മാത്സ് ആണ് ഈ ഒരു വർഷത്തെ USS എക്സാമിന്റെ റിസൾട്ട് തീരുമാനിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രക്കും ടഫായ സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. അത്രക്കും ടഫ് ക്വസ്റ്റ്യൻസ് വന്നത് മാത്സിലായിരുന്നു. അപ്പോൾ എന്താണ്, നമ്മളെ മാത്സ് വളരെ ടഫാണ്. ആ ഒരു മാത്സ് ആണ് ഇവിടെ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് ഉണ്ട്. കൂടാതെ നമ്മളെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന്റെ കോച്ചിങ്ങും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെക്കാളുള്ള ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. സൂപ്പർ ബാച്ചിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. എല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി മിസ് എന്ന് പറയുകയാണെങ്കിൽ ഹാപ്പി വിഷു പറയാണ്. നല്ലൊരു വിഷു ആവട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം മിസ് പറഞ്ഞൊന്നും മറക്കാൻ പാടില്ല. എഡ്യൂക്കേഷൻ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. വെക്കേഷൻ വരും പോകും, ആഘോഷങ്ങൾ വരും പോകും, ഒക്കെ എന്താ ടെമ്പററി മാത്രമാണ്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം മറക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹാപ്പി വിഷു. ബൈ ബൈ, സീ യു.